ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മാളുവും മഹിയും ഗംഗയും തറവാട്ടിലേക്ക് പോയതിനു ശേഷം ഹൈമാവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ ശ്രേയയ്ക്ക് എന്താണ് പറ്റിയത്, ഇന്ന് ഇവളോട് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്നൊക്കെ ഓർത്തിട്ട് ശ്രേയയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മുകളിലേക്ക് പോകുന്നു. മുകളിൽ ചെല്ലുമ്പോഴാണെങ്കിൽ യഥാർത്ഥ ശ്രേയ കട്ടിലിൽ കിടക്കുന്ന കാണുന്നു. ഹൈമാവതി അപ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗൗരി അവിടെ നിന്നും അപ്രത്യക്ഷയാകുന്നു. ആ സമയത്താണെങ്കിൽ ഹൈമാവതിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്. ശ്രേയ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഹൈമാവതിയോട്, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നോ എന്ന്. ഹൈമാവതി അപ്പോൾ പറയാണ്, നമ്മൾ വിചാരിച്ചതൊന്നും നടന്നില്ല, എല്ലാം ആ ഗൗരി തകർത്തെന്ന് പറയുന്നു. ഗൗരി എന്തൊക്കെയാണ് ചെയ്തതെന്ന് എല്ലാ കാര്യങ്ങളും ഹൈമാവതി ശ്രേയയോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗംഗയും മഹിയും മാളുവിനെയും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. മാളു ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ്, ഗംഗയും മഹിയും എപ്പോഴും എൻ്റെ അച്ഛനും അമ്മയുമായിട്ട് കൂടെ ഉണ്ടാകണമെന്നൊക്കെ. അത് ഓർത്തിട്ടാണെങ്കിൽ മാളു ചിരിക്കുന്നു. മാളു ചിരിക്കുന്നത് കണ്ടിട്ട് മഹി ചോദിക്കുകയാണ് എന്തു പറ്റിയെന്ന്. മാളു ഒന്നും പറയുന്നില്ല, വീണ്ടും ചിരിക്കുകയാണ്. മഹി എപ്പോൾ ഗംഗയോട് പറയുന്നുണ്ട്, മാളുവിന്റെ ഈ ചിരിക്കെല്ലാം കാരണം ഗംഗയാണ്, ഗംഗയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല എന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ പറയാണ്, മഹിയേട്ടൻ എന്നോട് നന്ദി ഒന്നും പറയണ്ട, മാളു എന്റെ മകളാണെന്നൊക്കെ പറയുന്നു. മഹി എപ്പോൾ പറയാണ്, അങ്ങനെയെങ്കിൽ ഞാൻ ഇനിയും നന്ദിയൊന്നും പറയത്തില്ല എന്നൊക്കെ. അതേസമയം മാളു വിചാരിക്കുകയാണ്, മഹിയും ഗംഗയും എങ്ങനെയെങ്കിലും യോജിപ്പിക്കണം, അതിനെന്താണ് വഴിയെന്ന്. പെട്ടെന്ന് ആലോചിച്ചിട്ടാണെങ്കിൽ മഹി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാളു പറയാണ് ഒരു കുഴിയുണ്ടെന്ന്. പെട്ടെന്ന് മഹിയാണെങ്കിൽ വണ്ടി തിരിക്കുന്നു. ഗംഗയാണെങ്കിൽ അറിയാതെ പോയിട്ട് മഹിയെ പിടിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് മാളു ചിരിച്ചുകൊണ്ട് പറയാണ്, ഗംഗയാണെങ്കിൽ മഹിയെ കെട്ടിപ്പിടിച്ചെന്നൊക്കെ. ആളുവാണെങ്കിൽ മഹിയോട് പറയാണ്, ഗംഗ വീഴാൻ പോയതിന്റെ കാരണം സീറ്റ് ബെൽറ്റ് ഇടാത്തത് കൊണ്ടാണ്, ഗംഗയ്ക്ക് അതൊന്നും ഇടാൻ അറിയത്തില്ല, മഹി ഇട്ട് കൊടുക്കാനെന്ന് പറയുന്നു. മഹി സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മാളു വീണ്ടും പറയുകയാണ്, മഹിയാണെങ്കിൽ ഗംഗയെ കെട്ടിപ്പിടിക്കുന്നുണ്ടെന്നൊക്കെ. വീണ്ടും വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാളു ആണെങ്കിൽ മഹിയോടും ഗംഗയോടും പറയുന്നുണ്ട്, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയുണ്ട്, നല്ല ജോഡികളാണെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഗംഗയ്ക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. മാളു ആണെങ്കിൽ ആ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് കേട്ടിട്ട് ഗംഗയ്ക്ക് നാണം വരുന്നല്ലോ എന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് ഗുരുവമ്മയെ കാണാനായിട്ട് ശ്രേയ ചെല്ലുന്നു. ശ്രേയ ആണെങ്കിൽ ഗുരുവമ്മയോട് പറയുന്നുണ്ട്, ഗൗരിയുടെ ശല്യം കൂടിയിരിക്കുകയാണെന്നൊക്കെ. ഗുരുവമ്മ എപ്പോൾ പറയണം, ഇനിയും വരുന്ന പൗർണമിയിലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, അന്ന് ഞാൻ നേരിട്ട് തന്നെ വീട്ടിൽ വരാം, അവിടെ വെച്ച് പൂജ ചെയ്യാം, പക്ഷെ മഹിയും ഈ പൂജയിൽ കൂട്ടണമെന്നൊക്കെ പറയുന്നു. ശ്രേയ എപ്പോൾ പറയുന്നുണ്ട്, അത് ഞാൻ ശരിയാക്കിക്കോളാം, എന്തായാലും ഗുരുവമ്മ വരണമെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മഹിയും ഗംഗയും മാളും തറവാട്ടിലേക്ക് ചെല്ലുന്നു. മുത്തശ്ശിയെ കാണുന്നു. മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ. അതിനുശേഷം മാളു ആണെങ്കിൽ ഗംഗയോട് ചോദിക്കുന്നുണ്ട്, ഗംഗ പോകുന്ന പരമശിവന്റെ അമ്പലമുണ്ടല്ലോ, അവിടെ എനിക്ക് പോകണമെന്നൊക്കെ പറയുന്നു. മഹിയോടുമാണെങ്കിൽ പോകണമെന്ന് പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, ഇന്ന് എനിക്ക് ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്, അതുകൊണ്ട് വേറൊരു ദിവസം പോകാമെന്നൊക്കെ. പക്ഷെ മാളു വാശി പിടിക്കുകയാണ്. അത് കാണുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മാളുവിന്റെ ആഗ്രഹം അല്ലെ, ദൈവത്തെ കാണിച്ചൊന്ന് തൊഴിപ്പിച്ചിട്ടൊക്കെ വരാനെന്ന് പറയുന്നു. അവസാനം മഹി സമ്മതിക്കുന്നുണ്ട്, കൂട്ടിട്ട് പോകാമെന്ന്. കാണിക്കുന്നത് ശ്രേയയും ശ്രേയയുടെ അമ്മയുമാണ്. രണ്ടുപേരുമാണെങ്കിൽ ദേവയാനി അമ്മയോട് പറയുന്നുണ്ട്, ഗൗരിയുടെ ശല്യം കൂടി വരികയാണ്, ഗൗരിയെ തളയ്ക്കാൻ ഗുരുവമ്മ ഇവിടെ വന്ന് പൂജ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ദേവയാനി അമ്മ എപ്പോൾ പറയണം, മഹി സമ്മതിക്കുമോ എന്ന് അറിയത്തില്ല എന്നൊക്കെ. ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട്, വേറെ എന്തെങ്കിലും പൂജയാണെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ. ദേവയാനി അമ്മ എപ്പോൾ പറയണം, എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, എങ്ങനെ പൂജ നടത്താമെന്നൊക്കെ സമ്മതിക്കുന്നു. ഗൗരി ആണെങ്കിൽ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഗൗരി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പൗർണമിക്കുള്ള പൂജ എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തണമെന്നൊക്കെ. ഗംഗയും മാളൂനെയും കൂട്ടി മഹിയാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് വരുന്നു. ക്ഷേത്രത്തിലാണെങ്കിൽ നകുൽ ഫോട്ടോ എടുത്ത് നിൽക്കുകയാണ്. നകുലാണെങ്കിൽ കാറിന്റെ മുന്നിലേക്ക് അറിയാതെ ചാടുന്നുണ്ട്. പെട്ടെന്നാണെങ്കിൽ മഹിയുടെ കാർ ചെറുതായിട്ട് മുട്ടി താഴെ വീഴുന്നു നകുൽ. മഹി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നകുലിനോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ. നകുൽ അപ്പോൾ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, എന്റെ തന്നെ മിസ്റ്റേക്ക് ആണെന്നൊക്കെ പറയുന്നു. നകുലാണെങ്കിൽ മാളുവിനെ കാണുമ്പോൾ ചോക്ലേറ്റ് എടുത്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മാളു അതൊന്നും വാങ്ങുന്നില്ല. നകുലിനോട് സംസാരിച്ചതിന് ശേഷം ഗംഗയും മാളും മഹിയും ആണെങ്കിൽ മുന്നോട്ട് നടക്കുന്നു. അമ്പലത്തിലേക്ക് പോകുന്നു. ഗംഗ മുന്നോട്ട് നടന്നു പോകുന്ന സമയത്ത് തിരിഞ്ഞൊന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് നകുൽ ഫോട്ടോ എടുക്കുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്